ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം പറയുന്ന രണ്ട് സാക്ഷികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ഇത് സക്രിയ പ്രവചനം 4-ാം അധ്യായമായിട്ട് കണക്ഷനുള്ള വാക്യമാണ്. കൂടാതെ ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും. പിന്നെയും നമുക്ക് കാണാനായിട്ട് പറ്റും, അവർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവചന കാലത്ത് പല അധികാരങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ആകാശം അടച്ചു കളയാൻ അവർക്ക് അധികാരമുണ്ട്, വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട്. പഴയ നിയമത്തിൽ മോശയ്ക്കും ഏലിയാവിനും ഉണ്ടായിരുന്ന കഴിവുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവർ അന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം പടവെട്ടി ഇവരെ ജയിച്ച ശേഷം 3 ദിവസം കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു എന്ന് നമുക്ക് കാണാം. പിന്നീടുള്ള ഒരു വാക്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കയറി വരുവൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വായിച്ചാലും യോഹന്നാനോട് കർത്താവ് പറയുന്ന അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കയറി വരുവനെന്ന്. എന്തുകൊണ്ടാണ് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് അടുത്ത സ്ലൈഡുകളിൽ കാണിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് കാഹളനാദം പോലെയുള്ള ഒരു ശബ്ദം ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറയുന്നത് നമുക്ക് കാണാം. ഇതേ വാക്യം തന്നെയാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ രണ്ട് സാക്ഷികളോടും ദൈവം പറയുന്നത്. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ അതിന് 21-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ അവരുടെ ഇടയിൽ യോഹന്നാൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി പടർന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കർത്താവ് അത് തിരുത്തി പറയുന്നുണ്ട്, അവൻ മരിക്കുകയില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. അതായത് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം യോഹന്നാൻ മരിക്കും എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിനെയും യോഹന്നാനെയും ഇടിമക്കൾ അല്ലെങ്കിൽ സൺസ് ഓഫ് തണ്ടർ എന്നാണ് അവിടെ കർത്താവ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ട് മുതലേ ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമായിരുന്നു ഇത്. എന്തുകൊണ്ട് അങ്ങനെ സൺസ് ഓഫ് തണ്ടർ എന്ന് കർത്താവ് അവരെ വിശേഷിപ്പിച്ചു എന്നുള്ളത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ എല്ലായിടത്തും ഒരുവിധം നമുക്ക് യാക്കോബിനെയും യോഹന്നാനെയും, സഹോദരങ്ങളായ യാക്കോബിനെയും യോഹന്നാനെയും കാണാനായിട്ട് പറ്റും. രൂപാന്തരം അല്ലെങ്കിൽ മറുരൂപ പെരുന്നാളിന്റെ അന്നും കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടാണ് ഉയർന്നൊരു മലയിലേക്ക് പോയത്. യായിറോസിന്റെ മകളെ സൗഖ്യമാക്കാൻ ചെല്ലുമ്പോൾ അവിടെയും പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോഴും കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമാണ് കൂട്ടിക്കൊണ്ടുപോയി ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റും. ഒലിവ് മലയിൽ വെച്ചിട്ട് യെരുശലേമിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ചോദിക്കുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും കൂടെ സ്വകാര്യമായിട്ടാണ് കർത്താവിനോട് അവിടെ ചോദിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതായത് ത്രൂ ഔട്ട് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യാക്കോബും യോഹന്നാനും കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതൊക്കെ എല്ലാം കേട്ട് അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തികളെല്ലാം കണ്ട രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ സാക്ഷികളാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അതായത് അവർക്ക് ആകാശത്ത് നിന്ന് തീ ഇറക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആ വാക്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് അതിനുള്ള അധികാരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവ് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുക. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷക്തന്മാർ, 2 anointed ones എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു.
നമുക്കവിടെ അവര് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ എടുത്തും വലത്തും നിൽക്കാൻ അവസരം തരണമെന്ന് പറയുന്ന രണ്ടുപേരായിട്ട് കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ പറ്റുക ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരെന്നാണ്. ഒരുപക്ഷെ യാക്കോബ് യോഹന്നാന് തന്നെയാണ് ആ രണ്ട് സാക്ഷികളായിട്ട് വരുന്നത്. കാരണം യോഹന്നാൻ മരിക്കുകയില്ല എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ അറിയാം, കർത്താവ് വരുന്നിടം വരെ. അതിനുശേഷം ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അവരോട് പടവെട്ടി ജയിക്കും എന്നുള്ളൊരു പോയിന്റും നമുക്ക് വെളിപ്പാട് 11-ന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. വെളിപ്പാട് 10 വായിച്ചാൽ അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇത് മില്ലിനിയൽ കിങ്ഡം സമയത്തെ കാര്യമാകാം. അപ്പോഴത്തെ അവരുടെ റോളാവാം ഒരുപക്ഷെ തണ്ടേഴ്സ്, ഇടിയുടെ മക്കൾ എന്നുള്ള ഒരു വിശേഷണം അവർക്ക് കൊടുക്കുവാൻ കാരണമെന്ന് ചില വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു. എങ്കിലും ഇതൊരു അഭിപ്രായമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതായത് രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് സഹോദരങ്ങളായ യോഹന്നാനും യാക്കോബും തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് കർത്താവിന്റെ ശുശ്രൂഷ സമയത്ത് അവർ രണ്ടുപേരും കർത്താവിന്റെ സാക്ഷികളായിരുന്നു. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ എങ്ങനെയാണോ മോശയും അഹറോനും, സഹോദരങ്ങളായ മോശയും അഹറോനും ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിട്ട് നിന്നത്, അതുപോലെയാണ് പുതിയ നിയമത്തിൽ യാക്കോബും യോഹന്നാനും മശിഹായുടെ അഭിഷിക്തന്മാരായിട്ട് അല്ലെങ്കിൽ മശിഹായുടെ അനോയിന്റഡ് വൺസ് ആയിട്ട് ഭൂമിയിൽ നമുക്ക് ത്രൂ ഔട്ട് ശുശ്രൂഷയിൽ കാണാൻ പറ്റുന്നത്. പത്രോസിനെയും നമുക്ക് കൂടെ കാണാം. എന്നാൽ ഇവരെ രണ്ടുപേരെയും ഇടിയുടെ പുത്രന്മാർ എന്ന കർത്താവ് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നതും കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ സഹോദരങ്ങളായിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട രണ്ടുപേരാണ് മോശയും അഹറോനും എന്ന് നമുക്കറിയാം. ഒരു പക്ഷേ അതിന് പാരലായിട്ടാവാം പുതിയ നിയമത്തിൽ യാക്കോബും യോഹന്നാനും സൺസ് ഓഫ് തണ്ടർ, ഇടിയുടെ പുത്രന്മാർ അല്ലെ ഇടിയുടെ മക്കൾ എന്ന് വിളിച്ച് അല്ലെങ്കിൽ കർത്താവ് റെഫർ ചെയ്തത്. യോഹന്നാൻ 21-ന്റെ 24 വായിച്ചാലും ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു, അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിന്റെ സാക്ഷിയായിട്ട് യോഹന്നാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാം. കൂടെ യാക്കോബും ആയിരിക്കണം, അല്ലെങ്കിൽ അവർ രണ്ടും ആയിരിക്കണം അന്നത്തെ AD 70 മുമ്പ്, കർത്താവിന്റെ വരവിന് മുമ്പ് രണ്ട് സാക്ഷികളായിട്ട് അല്ലെങ്കിൽ ആ ഒരു 2 വിറ്റ്നസസ് ആയിട്ട് അന്ന് ശുശ്രൂഷ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഒപ്പീനിയൻ ആയിട്ട് കണ്ടാൽ മതി, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിന്റ് ആയതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത്. ദൈവത്തിന് നന്ദി.